ഉള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയ റിപ്പോർട്ടുമാണ്. പക്ഷേ ആ റിപ്പോർട്ട് എടുത്ത് ഇത്തിരി നാൾ കുറയായി. ഇതിപ്പോൾ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ എന്നൊരാളുടെ ഒരു വർഗീയ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോർമേഷൻ അത് പുറത്തു വരുന്നു. അത് പുറത്തു വരുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം നടന്ന ഉടായ്പകൾ അത് മൊത്തം കയ്യോടെ പിടിക്കപ്പെടുന്നു. അതിനുശേഷം അന്വേഷണം ആ ഘട്ടത്തിൽ ആണ് താങ്കൾക്കെതിരെ ഈ പഴയ റിപ്പോർട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതും ആ റിപ്പോർട്ട് വാർത്തയാവുന്നതും ആ റിപ്പോർട്ട് ചർച്ചയാവുന്നതും. ഈ സംഭവങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അതാണ് എന്നെ വറി ചെയ്യുന്നത് സത്യത്തിൽ. കാരണം അത് വളരെ സ്വാഭാവികമായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടും കൂടിയാണ് ഞാൻ പ്രതികരിച്ചത്. കാരണം കുറേ അസ്വാഭാവികതകൾ കാണുമ്പോഴേ ഞാൻ ഈ സിസ്റ്റത്തിനകത്ത് നിന്ന് ശരിയെന്ന് തോന്നുന്നത് ഫയലിൽ മാത്രം എഴുതി കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ ഗവൺമെൻറ്റിനകത്ത് തന്നെ മാത്രം വെച്ചാൽ മതി, എനിക്ക് പരിഹാരം കിട്ടും, ന്യായമായത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിയമം പഠിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ഒബ്സഷൻ ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷേ ചില അവസരങ്ങളിൽ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുലുക്കുകയൊന്നും ചെയ്തില്ലെങ്കിൽ ഈ ബ്ലോക്കായി കിടക്കുന്ന സംഭവങ്ങൾ അനങ്ങില്ല. സോ യു ഹാവ് ടു ഗിവ് എ ജോൾട്ട്. അത് ബോധപൂർവം ജോൾട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു തെറ്റായിരിക്കാം. പക്ഷേ ഐ ഹാഡ് നോ ചോയ്സ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. വളരെ ന്യായമായ രീതിയിൽ ഞാനിപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ ഫയലുകൾ റൂട്ട് ചെയ്യുന്നതിനും ബന്ധപ്പെട്ടിട്ട് ഇല്ലീഗലായിട്ട് അദ്ദേഹം ഇറക്കിയ ഓർഡറുകളെ പറ്റിയും ഫയൽ ഇൻബോക്സിൽ നിന്ന് വിത്തൗട്ട് മൈ പെർമിഷൻ പുൾ ഔട്ട് ചെയ്തതിനെ പറ്റിയും ഇതൊക്കെ കംപ്ലയിൻസ് ഒക്കെ ഞാൻ ഗവൺമെൻറ്റിൽ ഫയൽ ചെയ്തിട്ടില്ല. ഇത് 1 വർഷത്തോളം ആയില്ലേ. ഞാനവിടെ നിന്ന് മാറിയത് കഴിഞ്ഞ മാർച്ചിലല്ലേ. അതിനുശേഷം ഈ ഒക്ടോബറിൽ ഫയലിംഗ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു പെട്ടെന്നൊരു ഫയൽ ഗോപാലകൃഷ്ണൻ എഴുതി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് ഫയല്, എന്താണ് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് കിട്ടിയില്ല, ഇൻസ്റ്റാഗ്രാം കിട്ടും. നമ്മൾ ബാലിശമായ ഇതാക്കരുത്. പൊതുവെ ഫയൽ കിട്ടിയില്ല എന്നാണ് ആൾക്കാർ വിചാരിക്കുക എന്തോ വലിയ കോടിക്കണക്കിന് രൂപയുടെ എന്തോ സംഭവിച്ചു എന്നാണ്. ഫയലുകൾ മുക്കി അല്ലേ. ഒന്നാമത് ഈ ഉന്നതി എന്ന് പറഞ്ഞ സ്ഥാപനം എന്താണ്? ഉന്നതി എന്ന് പറഞ്ഞ സ്ഥാപനം കഴിഞ്ഞ വർഷം 1 കോടി ബഡ്ജറ്റിൽ വെച്ചിട്ട് ഒരു പൈസ പോലും റിലീസ് കിട്ടാത്തതാണ്. അത് കടലാസ് സംഘടനയായി അവിടെ കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മിനിസ്റ്ററും ഞാനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങളിത് ഫുൾ വോളണ്ടറി ബേസിസിലാണ്. ഇത് IIT-ന്നും IIM-ന്നും ഇർമേന്നൊക്കെയുള്ള കുട്ടികൾ വന്നിട്ട് അവരുടെ കൂട്ടായ്മയിലാണ് നമ്മൾ ഇത്രയും പ്രോജക്റ്റുകളും പ്രോഗ്രാമും. ഒരു പൈസ ചിലവാക്കിയിട്ടില്ല, ഒരാളെ പോലും നിയമിച്ചിട്ടില്ല. ഇത് മുഴുവൻ ചെയ്തതൊരു മഹാപാതകമായി പോയി. കാരണം എന്താണെന്നറിയാം, ഇതെല്ലാം ചെയ്തതിന് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത അതിൻ്റെ ഫയലുണ്ട്. അപ്പോൾ അത് ഫയലെടുത്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്നിട്ട് ഫയലില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടില്ല. എന്തത് എന്ത് എളുപ്പമാണ് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നാലെ നടക്കണം. അയ്യോ ഫയൽ നഷ്ടപ്പെട്ടിട്ടില്ല. എന്തോ മഹാഭാഗ്യത്തിന് രാധാകൃഷ്ണൻ സാർ അവിടെ മുഴുവനും ഫയൽ എഴുതി ഒപ്പിട്ട് വാങ്ങിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. രേഖയുണ്ട്, അതൊക്കെ കാലക്രമേണ പുറത്ത് വന്നോളൂ, അതൊന്നും ഒരു വിഷയമല്ല. ആ മുഴുവനും കിട്ടിയത് ഡോക്ടർ ജയതിലകൻ്റെ ഓഫീസിൽ കൊടുത്തു എന്നും രേഖയുണ്ട്. അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ശ്രീ ഗോപാലകൃഷ്ണന് ജയതിലക് സാറിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അയച്ച കത്തിൻ്റെ പകർപ്പ് ഇപ്പോൾ പല മാധ്യമങ്ങളിലും കാണുകയും ചെയ്തു. അതിനകത്ത് ഓൾ ഫയൽസ് ആൻഡ് റെക്കോർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ബോധിച്ചു കഴിഞ്ഞു. 5-6 മാസം കഴിഞ്ഞ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനിടയിലുള്ളവരല്ലേ ചോദിക്കണ്ടേ? അല്ല സെൻ പ്രശാന്ത്, കോമൺ സെൻസ്. എൻ്റെ ചോദ്യം ഈ പറയുന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പും ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരുന്നതും തമ്മിലുള്ള ഒരു കണക്ഷൻ താങ്കൾ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ്? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനകത്തുള്ള വ്യക്തികൾ സെയിം ആയതുകൊണ്ടാണ്. വ്യക്തികൾ സെയിം ആണ്. ഇദ്ദേഹം ഡോക്ടർ ജയതിലകും ഗോപാലകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, വളരെ ക്ലോസ് ആണല്ലോ. അപ്പോൾ ഈ ഒരു വിവാദത്തിൽ ഇദ്ദേഹം ചെന്ന് ചാടുന്നു. അതിനുശേഷം ഇതൊന്നും അറിയാത്ത എൻ്റെ തലയിലോട്ട് ഇത് വെച്ചിട്ട് ഞാൻ പുകമറ സൃഷ്ടിക്കുകയും ഡൈവേർഷൻ ടാക്ടിക്സ് ഇതൊന്നും ചെയ്യലല്ല നമ്മുടെ ജോലി. നമ്മുടെ വർക്ക് ഫയലിൽ മര്യാദയ്ക്ക് പണിയെടുത്ത് പോവുക. അല്ല, നിൽക്കുന്നവർ ചോദിച്ചാൽ ഈ പറയുന്ന ഈ ഗോപാലകൃഷ്ണന്റെ ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നതിൽ താങ്കളാണെന്ന് അവർ സംശയിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഒന്നാമത്തെ കാര്യം ഇതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ ഗ്രൂപ്പിൽ താങ്കളെ ആഡ് ചെയ്തിരുന്നോ? എല്ലാവരും ആഡ് ചെയ്തിരുന്നു. ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായതുമില്ല. കാരണം ദീപാവലി ദിവസമാണ്. ഞാൻ ധരിച്ചത് ഈ ദീപാവലി ഇത് വിഷ് ചെയ്യാൻ വേണ്ടി എന്തോ ആഡ് ചെയ്ത് ആർക്കും അബദ്ധം പറ്റിയാണ്. ആരാ ഉണ്ടാക്കിയെന്ന് പോലും നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല. അടുത്ത ദിവസമാണ് എൻ്റെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചു. അത് വായിച്ചതോടെ എല്ലാവർക്കും ശരിയായി, അത് സത്യമാണ്. പിന്നീടാണ് അറിയുന്നത് വേറെയും പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ പലതും കേൾക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും ഞാൻ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്തിരുന്നില്ല. നമ്മൾ പരസ്പരം പറയുന്നു, അതൊക്കെ അല്ലാതെ ഇത് മുഴുവനും ഞാൻ ശരിക്ക് വായിച്ച് എടുക്കേണ്ടി വന്നത് എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കുന്നത് എനിക്കെതിരെ ഈ വാർത്ത വന്നതിന് ശേഷമാണ്. അപ്പോഴാണ് ചില മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് പറഞ്ഞത് ഈ ശ്രീ ഗോപാലകൃഷ്ണൻ അവരെയൊക്കെ സമീപിച്ചിരുന്നു വാർത്ത കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വാർത്ത. എന്നിട്ട് അവരടുത്ത് പറയുന്നത് പ്രശാന്ത് സാറാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, പ്രശാന്ത് സാറിന് അറിയാമല്ലോ ഭയങ്കര ഇതാണ് എന്ന് വെച്ച് പല മാധ്യമ സുഹൃത്തുക്കളും ഇങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഒരു മാധ്യമം അറിയാമല്ലോ, മാതൃഭൂമിയിൽ തന്നെ പോയിട്ടാണ് ഇത് നടക്കുക. അപ്പോൾ അവർ നോക്കുമ്പോൾ കൊള്ളാം ഇയാൾക്കെതിരെ അടിക്കാൻ ഒരു വാർത്തയും കൂടെ, അത്രയും അവരും ചിന്തിക്കുന്നുള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രശാന്ത് മനസാവാച കർമ്മണ ഈ സ്ക്രീൻഷോട്ട് പുറത്തു വന്നതിൽ അറിവില്ല? എനിക്കതിൻ്റെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ
അത് പ്രശാന്താണ് പുറത്തുവിട്ടതെന്ന് പറഞ്ഞാൽ ക്ഷയിക്കാൻ തരും. കാര്യം അത് കേരളം അറിയേണ്ട സംഭവമാണെന്നേ. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പുറത്ത് സിവിൽ സർവീസിൽ അത്രത്തോളം ഗുപ്തമായ, അത്രത്തോളം കുൽസിതമായ, അത്രത്തോളം നിന്ദ്യമായ നീക്കം നടക്കുന്നു എന്ന് കേരളം അറിയേണ്ടതായിരുന്നു. അതിനെയും അത് പുറത്തുവിട്ടത് പ്രശാന്ത് ആണെങ്കിൽ അഭിമാനത്തോട് പറയും ഞാൻ പുറത്തുവിട്ടാണ്. അല്ല, ഞാൻ പറയുന്നത് ഡോക്ടർ അദീല അബ്ദുള്ള ആദ്യത്തെ ഒരു ഗ്രൂപ്പ് വന്നപ്പോൾ തന്നെ, മറ്റേ മുസ്ലിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോൾ തന്നെ അവർ പരാതി കൊടുത്തിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതെന്താണെന്ന് ഫോളോ ചെയ്യാൻ പോലും എനിക്ക് ആ സമയത്ത് സമയവും സൗകര്യവും ഇല്ലായിരുന്നു. എനിക്ക് ട്രിവാൻഡ്രത്ത് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ചാർജ് ഉണ്ട്, ക്യാംകോയുടെ ചാർജ് കൊച്ചിയിലുണ്ട്, ആൻഡ് തലശ്ശേരിയിലാണ് എൻ്റെ പാരൻസ്. എൻ്റെ അമ്മയ്ക്ക് വയ്യ, സ്ട്രോക്ക് കഴിഞ്ഞതൊക്കെ. അപ്പം ഞാൻ അതുമായിട്ട് ഇങ്ങനെ ഷട്ടിലടിച്ചാണ് ജീവിതം പോകുന്നത്. ഇതിനിടയിൽ ഇവർക്കൊക്കെ തമാശയൊക്കെ ഉണ്ടാക്കുന്ന ഗ്രൂപ്പോ അതും ഇതൊക്കെ അതിനൊക്കെ സമയവും സൗകര്യവും ഉണ്ടാകുമായിരിക്കും. ഇത് അറിഞ്ഞില്ല. അത് ആ ഗ്രൂപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് കുസൃതിയൊന്നും അല്ലാന്നേ, അത് കുസൃതിയാണ്. അതെങ്ങനെ കുസൃതിയാവുക? പോട്ടെ, ഞാൻ പറയാം, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന വലിയ തെറ്റൊന്നുമില്ല. അതിനകത്ത് എന്ത് ചെയ്യാൻ ഉദ്ദേശമായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ അബദ്ധത്തിൽ പറ്റിയായിരിക്കും. പോട്ടെ, ഞാൻ അത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഹിന്ദു പത്രം വായിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന് വേണം അദ്ദേഹത്തിന് പറയായിരുന്നു. അതുണ്ടായില്ലെന്ന് മാത്രമല്ല, അതിനെ മറികടക്കാൻ, ഞാൻ പറയുന്നത് നമ്മൾ അസംഷൻ പറയുന്നില്ല, സർക്കാർ റിപ്പോർട്ടാണ് പറയുന്നത്, അതിനെ മറികടക്കാൻ അദ്ദേഹം ഈ പറഞ്ഞ മുസ്ലിം IAS ഓഫീസേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് സ്വകാര്യ ഇൻഫർമേഷൻ ഉണ്ടെന്നുകൊണ്ട് ഫോൺ 1 അല്ല 3 തവണ ഫോർമാറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനകത്തൊരു ക്രിമിനൽ ഇന്റന്റ് ഉണ്ട്. അത് വേണ്ടാത്ത പണിയാണെന്ന് എനിക്കും അഭിപ്രായമുണ്ട്. എന്നോട് അഡ്വൈസ് വെച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഇതിൻ്റെ ഒരു ആവശ്യമില്ല. ഉള്ളതുപോലെ പറയാന്നുള്ളത്. ഞാൻ പറയട്ടെ, നമ്മൾ സർവീസിനകത്ത് എന്തൊക്കെ പ്രശ്നത്തിൽ ആരൊക്കെ ചെന്ന് എപ്പോഴൊക്കെ ചാടിയിട്ടുണ്ടോ, ആസ് എ ലോയർ എൻ്റെ അടുത്ത് ഒരു വാക്കെങ്കിലും ചോദിക്കാറുണ്ട്. ഞാൻ എല്ലായിടത്തും കൃത്യം പറയാറുള്ളത് നടന്നതുപോലെ പറയാന്ന് തന്നെയാണ്. കാരണം ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. എന്ത് പ്രശ്നമാണെങ്കിലും അതെല്ലാവരും ചെവിക്കൊള്ളാറില്ല. അതുകൊണ്ട് ഞാൻ അത് പറയുന്നുമില്ല. ലെറ്റ്സ് ലീവ് ഇറ്റ് അറ്റ് ദാറ്റ്. ഇതിൽ ഇദ്ദേഹം ചോദിച്ചിട്ട് പോലും ഇല്ല. ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ആർട്ടിക്കിൾ 25 പ്രകാരം ശരിക്ക് ഒരു ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പിങ്ങോ അതൊന്നും വലിയ കുറ്റമോ തെറ്റോ ആയിട്ടൊന്നും ആരും കാണുന്നൊന്നുമില്ല. ഇൻറ്റൻഷനാണ് പ്രധാനം. അത് എന്തിനായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ഇൻറ്റൻഷൻ നമുക്ക് വീണ്ടും പ്രശ്നമായിട്ട് തോന്നും. എന്തിനായിരുന്നു അത് എന്ന് കള്ളം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ ഞാൻ പറയുന്ന ഒരു കൊച്ചു കാര്യത്തിന് കള്ളം പറയുമെങ്കിൽ നിങ്ങൾ ഫയലിലോ ഇതിലോ ഒക്കെ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരില്ലേ? ആ സമയത്തൊക്കെ കള്ളം പറയാനും പേടിക്കാനും അതല്ല ഒരു ഓഫീസറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ നട്ടലോടെ നിന്ന് എഴുതിയ കാര്യം എഴുതിയെന്ന് പറയണം, ചെയ്ത കാര്യം ചെയ്തു എന്ന് പറയണം.